വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് OET ബേസിക്സ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് OET സ്പീക്കിങ്ങിലെ ടൈം മാനേജ്മെന്റിനെ പറ്റിയാണ്. നമുക്കൊരു കാർഡ് കിട്ടിയത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ഓക്കെ ഇതിൻ്റെ അകത്ത് ഇത്ര പോയിന്റ്സ് ഉണ്ട്, ഇതൊരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റും എന്നുള്ളത് അല്ലേ. എന്നാൽ ചില കാർഡിൻ്റെ അത് പോയിന്റ്സ് വളരെ കുറവായിരിക്കും, 3-4 പോയിന്റ് ഒക്കെ കാണത്തുള്ളൂ. ഇത്തരം കാർഡുകൾ കിട്ടിയാൽ നമ്മൾ എങ്ങനെയാണ് അതൊരു ടൈം മാനേജ് ചെയ്യുന്നത്? അതായത് നമുക്ക് 5 മിനിറ്റ് സ്പീക്ക് ചെയ്യാനുണ്ട്, എങ്ങനെയാണ് ഒരു 5 മിനിറ്റിലേക്ക് ഈ ഒരു ചെറിയ പോയിന്റ്സിനെ വെച്ചുകൊണ്ട് നമ്മൾ എത്തുന്നത്? ഓക്കെ, സോ ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ഡു ഈസ് നമ്മുടെ പ്രിപ്പറേഷൻ ടൈമിൽ അഡീഷണൽ പോയിന്റ്സ് ആഡ് ചെയ്യാം. അഡീഷണൽ പോയിന്റ്സ് ആഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് കൊടുക്കാനുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്യാം. പിന്നെ ഇൻഫർമേഷൻ ഗ്യാതറിംഗ് കുറച്ചുകൂടെ നമുക്ക് എഫക്റ്റീവ് ആക്കാം. കാർഡിൽ തന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ കടപ്പുണ്ടായിരിക്കും, പക്ഷേ സ്റ്റിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും കൂടെ കുറച്ചുകൂടെ കാര്യങ്ങളിട്ട് ആ ഇൻഫർമേഷൻ ഗ്യാതറിംഗ് എന്നൊരു സെഷൻ കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കാം. ആൻഡ് ലാസ്റ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കൊടുത്ത സജഷൻസ് ആയിക്കോട്ടെ, ഇൻസ്ട്രക്ഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചെറിയ ചെറിയ എക്സ്പ്ലനേഷൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് ഒന്നും കൂടി നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു 5 മിനിറ്റ് എന്ന ആ ഒരു ടൈമിലേക്ക് നമ്മുടെ സ്പീക്കിങ്ങിനെ എത്തിക്കാൻ പറ്റും. ഇനി വാട്ട് ഇഫ് ദ കാർഡ് ദാറ്റ് വി ആർ ഗെറ്റിംഗ് ഈസ് ആക്ച്വലി എ ബിഗ് വൺ? കാർഡ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ധാരാളം പോയിന്റ്സ് ഇതിൻ്റെ അകത്തുണ്ട്, 5 മിനിറ്റ് കൊണ്ട് എന്താണെങ്കിലും ഇത് മൊത്തം പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളോട് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ആസ്ക് ഓൺലി റെലവൻറ്റ് ക്വസ്റ്റ്യൻസ്. ആവശ്യമായ ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക. അഡീഷണൽ ആയിട്ട് പോയിന്റ്സ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ കാര്യങ്ങൾ എലാബറേറ്റ് ചെയ്യുമ്പോഴും ഭയങ്കരമായിട്ട് കിടന്ന് എലാബറേറ്റ് ചെയ്യരുത്. നെസസറി ആണെങ്കിൽ മാത്രം നല്ല രീതിയിൽ എലാബറേറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ പോയിന്റ്സ് കാണുമ്പോൾ ചിലത് തമ്മിൽ സിമിലാരിറ്റീസ് കാണും. അതായത് ചേട്ടാ ഈ പോയിന്റിൻ്റെ ബാക്കി തന്നെയല്ലേ, അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ തന്നെയല്ലേ ഇതിൻ്റെ താഴെ കിടക്കുന്ന ടാസ്കും. ഇങ്ങനത്തെ സിമിലർ ആയിട്ടുള്ള പോയിന്റ്സ് കാണുവാണെങ്കിൽ ഇത് നമുക്ക് ക്ലബ്ബ് ചെയ്ത് ഒരൊറ്റ പോയിന്റ് ആയിട്ട് പറയാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ആ ഒരു സ്പീക്കിംഗ് എന്ന് പറഞ്ഞത് 5 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലേക്ക് തന്നെ നമുക്ക് ഒതുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ ഫോർ യു ഗൈസ്. ഫോളോ ടിജസ് അക്കാഡമി ഓൺ ഓൾ ദ സോഷ്യൽസ് ഫോർ മോർ OET ടിപ്സ്. ഉറപ്പാണ് വിജയം.